നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണുക. സത്യസന്ധമായ സ്നേഹമാണോ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്? ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വ്യക്തിയുടെ മുഖം നിങ്ങളെ നോക്കി ചിരിക്കുന്നതും പോസിറ്റീവായിട്ട് ഇരിക്കുന്നതുമായിട്ടുള്ള മുഖം നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണേണ്ടത്. ഈ വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമായ സ്നേഹമായിരുന്നു. ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്തായിരുന്നു? നിങ്ങളുടെ ഭർത്താവായാലും ഭാര്യയായാലും കാമുകി കാമുകന്മാരായാലും മറ്റേത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾക്കിത് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടും ചുറുചുറുപ്പോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പലവരും ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കാണിക്കുന്നുണ്ട്, മുജ്ജന്മ ബന്ധങ്ങൾ. പലവരുടെയും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. കടപ്പെട്ടിരിക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ വളരെയധികം വിഷമമേറിയ ഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തോ വളരെയധികം യാദൃശികമായിട്ട് കണ്ടുമുട്ടിയ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവദൂതനായോ അല്ലെങ്കിൽ ഒരു മാലാഖയായോ കടന്നു വന്ന ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സപ്പോർട്ടീവ് എനർജീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം നിങ്ങളെ ഈ വ്യക്തി കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാനം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയെ വിശ്വസിക്കാം, അല്ലെങ്കിൽ എനിക്ക് ചേരുന്ന പെണ്ണാണ്, എനിക്ക് ചേരുന്ന പുരുഷനാണ്, അല്ലെങ്കിൽ എനിക്ക് ചേരുന്ന ഭർത്താവാണ്, ഭാര്യയാണ്. ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ മനസ്സിൽ പ്രതിഷ്ഠിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ രണ്ടുപേരും അടുത്തു പോയ രണ്ട് വ്യക്തികളായിട്ട്, അത് തീർച്ചയായിട്ടും അവിടെ ഒരു യൂണിവേഴ്സിന്റെ മിറാക്കിൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കേണ്ട ഒരു സാഹചര്യം വന്നതായിട്ടും അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതായിട്ടും അതിലൂടെ നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ മറക്കാൻ കഴിയാൻ പറ്റാത്ത രീതികളിലേക്ക് പോയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ ആദ്യമായിട്ട് കണ്ട് മുട്ടിയപ്പോൾ തന്നെ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ, ഇതാണ് എൻ്റെ പേഴ്സൺ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വ്യക്തി, ഈ പേഴ്സൺ ആണ് എൻ്റെ ജീവന്റെ പാതി, അല്ലെങ്കിൽ ഇനിയുള്ള ലൈഫ് മുഴുവനും എനിക്ക് ജീവിക്കേണ്ടത് ഈ വ്യക്തിയുടെ കൂടെയാണ് എന്നുള്ള അത്രയും ദൃഢതയുള്ള അല്ലെങ്കിൽ അത്രയും ഉറപ്പുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ഈ പേഴ്സൺ സ്വപ്നം കണ്ടിരുന്നു, നിങ്ങളായിട്ടുള്ള ദാമ്പത്യ ജീവിതം, കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എങ്ങനെ പോകാനാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ഒരുമിച്ച് പോകാം എന്നുള്ള ഒരു മനോഭാവത്തിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല രീതിയിലുമുള്ള വളരെയധികം കോൺഫിഡൻറ്റോട് കൂടിയും വളരെയധികം ഹാപ്പിനെസ്സോട് കൂടിയും സന്തോഷത്തോടു കൂടിയും ഉറച്ച മനസ്സോടു കൂടിയും ഈ പേഴ്സൺ പല വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. ആ വാഗ്ദാനങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിച്ചു. അതിപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തന്നത്, കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് വിദേശത്ത് പോകാം. കാരണം മൂവിങ് എനർജി, ട്രാവലിംഗ് എനർജി ഒക്കെ നമുക്കിവിടെ വരുന്നുണ്ട്.
അങ്ങനെ മുഴുവനുമായിട്ട് നമുക്ക് സെറ്റിൽഡ് ആയിട്ട് വളരെ സേഫ് ആയിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നുള്ള ഒരു മനോഭാവത്തിൽ തന്നെയായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ചീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പറ്റിക്കണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് പണം തന്ന് സഹായിച്ചിട്ടുണ്ടാവുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടിലുള്ളവർക്ക് പോലും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അറിയാവുന്ന കൂട്ടുകാർക്ക് പോലും ഇത്രയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അത്രയും പോലും മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായി ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. കാരണം സ്നേഹം തന്നെയായിരുന്നു അവിടെ, ഒരു നിർമ്മലമായ അല്ലെങ്കിൽ ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ താല്പര്യം കൊടുത്ത് ഒരു ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലേക്ക് ഈ പേഴ്സൺ വന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു വാഗ്ദാനത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒത്തുചേരലോട് കൂടി ഈ പേഴ്സണ് വളരെയധികം, നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുത്ത് പക്ഷെ പാതി വഴിയിൽ നിങ്ങളോട് ഒന്നും പറയാതെ പോയ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രസന്റ് എനർജിയിലാണെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴാണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലായിരിക്കാം, ഈ പേഴ്സൺ എവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്, അത് അത്രത്തോളം മനസ്സിൽ തട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ്. അത് നിങ്ങളെ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഈ പേഴ്സന്റെ കണ്ണുകളിലേക്ക് ആ ഒരു തീക്ഷണത അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ്, നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ വളരെയധികം ശ്രദ്ധിച്ച് അത് മനസ്സിൽ ഓർത്ത് വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വളരെയധികം സംഭവിക്കാൻ പാടില്ലാത്ത പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കുറച്ച് അധികം ഒരു മോശം സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഏകാന്തതയും ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന, അതായത് നിങ്ങളാണെങ്കിൽ പോലും വേറെ ഒരു ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഒന്നും നിങ്ങൾ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടാകാം, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ വേറെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോലും മാറിപ്പോകാൻ പോലും നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം അങ്ങനെയെങ്കിലും ഈ പേഴ്സണെ കണ്ടോട്ടെ അല്ലെങ്കിൽ കാണാലോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ പേഴ്സൺ ആണെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള പേഴ്സൺ ആകാം. അപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ മാറിപ്പോകാം, പക്ഷേ ഈ വ്യക്തി മാറിപ്പോകുന്നില്ല. കാരണം ദൂരെയെങ്കിലും നിങ്ങളെ ഒന്ന് നോക്കി കാണണം എന്നുള്ള ഒരു മനോഭാവത്തിലും കൂടിയാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. കാരണം പക്ഷെ ഈ പേഴ്സൺ മറ്റാരൊക്കെയോ പേടിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഈ പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഈ പേഴ്സണെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്നുണ്ട്, വളരെയധികം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം മനസ്സിൽ വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായിരിക്കാം, ഇപ്പൊ പാരൻസിന്റെ കൂടെ ആയിരിക്കാം, ഒരുപക്ഷെ അവരായിരിക്കാം ഇതിനോട് എതിരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി നിങ്ങളായിട്ട് ഒരുമിച്ച് ചേരാം എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ വീട്ടിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമായിട്ട് കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും കൂടെയുള്ളവരോട് തട്ടിക്കേറുക, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ചീത്ത പറയുക, ഒറ്റക്കൊരു മുറിയിൽ കുത്തിയിരിക്കുക, അതായത് മുറിക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ വളരെയധികം ഒരു ഏകാന്തത. കാരണം നിങ്ങളില്ലെങ്കിൽ എനിക്കിനി വേറെ ആരും വേണ്ട, നീ ഇല്ലെങ്കിൽ എനിക്കിനി
വേറെ ആരും വേണ്ട എന്നുള്ള മനോഭാവത്തിൽ ദൃഢനിശ്ചയത്തോടു കൂടിയും വാശിയോടു കൂടിയും ഈ പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ പേഴ്സന്റെ വീട്ടുകാരുമായിട്ട് പോലും എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ദൂരെയൊക്കെ എവിടെയൊക്കെ പോയി താമസിക്കുന്ന, ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണ് ഒരു വശം ഈ പേഴ്സന്റെ ആ ഒരു തേർഡ് പാർട്ടിയും മറുവശം നിങ്ങളും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഒരു എന്താ പറയുക, ഈ വ്യക്തിയുടെ എനർജി നല്ല രീതിയിൽ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അത് വീണ്ടെടുക്കുവാനായിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ പ്രാർത്ഥനകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ പള്ളിയിൽ ദർശനം കൊടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകണം. കാരണം ഈ വ്യക്തിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അതുപോലെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് എരച്ചു കയറി വരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതുകൊണ്ടും ആ ഒരു നിങ്ങളുടെ ആ ഒരു എനർജി അത് ഈ പേഴ്സന് താങ്ങാൻ സാധിക്കുന്നില്ല. കാരണം ഈ പേഴ്സന്റെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ പവറിൽ ഇരിക്കുകയാണ്. ഒരു പക്ഷേ ഈ റീഡിംഗ് ഒക്കെ കാണുന്നത് കൊണ്ടാകാം, വളരെ പോസിറ്റീവായിട്ടും ധൈര്യത്തോടു കൂടിയും ഇരിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് കൊണ്ടാകാം, എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ എനർജി വളരെയധികം ഹൈ ആണ്. അപ്പോൾ ഈ വ്യക്തിയാണെങ്കിലും കിങ്ങിന്റെ എനർജിയിലായിരുന്നു ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷെ എപ്പോഴൊക്കെയോ ഈ പേഴ്സൺ താഴേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ വ്യക്തിക്ക് കൂടുതലും നല്ല രീതിയിൽ കരയുമ്പോഴോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിഷമിക്കുമ്പോൾ ആണ് ഈ വ്യക്തിയുടെ മനസ്സിൽ കുറച്ചും കൂടെ ഒരു സമാധാനം ലഭിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പങ്കിടുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഒരു മനസമാധാനം ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയായിട്ട് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രം മതി, അല്ലെങ്കിൽ അത് മാത്രം എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കൂ, വേറെ ഒന്നും എന്നെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഈ പേഴ്സണെ തേടി എത്തുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് വന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ വിശേഷങ്ങൾ ചോദിക്കാനോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ആ പേഴ്സന്റെ ഇപ്പോഴത്തെ പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണ് എപ്പോഴും വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. ഈ വ്യക്തിയുടെ മുഖമാണെങ്കിലും വളരെയധികം എപ്പോഴും ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ സ്മാർട്ടാണ്, ഞാൻ സക്സസ് ആണ്, എനിക്ക് ആരെയും ഭയമില്ല എന്നുള്ള ആ ഒരു അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം, ആ ഒരു ഫേസ് കാണിക്കാനാണ് ഈ പേഴ്സൺ ഇഷ്ടം. ഈ പേഴ്സൺ തളർന്നൊടിഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസ്ഥ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. അതാണ് ഒരു ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള രീതിയിൽ നടക്കുന്നത്. അതായത് ഒഴിഞ്ഞു മാറിയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നടക്കുന്നത്. അത് ഈ പേഴ്സണെയും കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എന്തായാലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.